നമസ്കാരം. പറഞ്ഞ വാക്ക് പാലിക്കാത്ത പാഴ്വാക്ക് പറയുന്ന ഭരണാധികാരി, അതാണ് അമേരിക്കയെ നയിക്കുന്ന ഡൊണാൾഡ് ട്രംപ്. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നും തന്ത്രപരമായി മാറാനുള്ള കഴിവുണ്ട്. അതാണിപ്പോ പുറത്തു വരുന്നത്. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന്റെ ഉത്തരവാദിത്വം മൊത്തവും പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റിന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ തന്റെ അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇറാനെതിരെ യുദ്ധം തുടങ്ങണമെന്ന് തന്നെയാണ് ആദ്യം ഉപദേശിച്ചത്. അതായത് തന്നിൽ ആ ഉപദേശം കെട്ടിവെച്ചത് പീറ്റർ ഹെഗ്സെറ്റ് ആണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ടെനീസിയയിലെ മെഫിസ് സേഫ് ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് ഹെഗ്സെറ്റിന്റെ അടുത്തിരുന്നു കൊണ്ട് ട്രംപിന്റെ ഈ പരാമർശം എത്തിയത്. ഇറാന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിനായി താൻ പീറ്ററിനെയും സൈനിക മേധാവി ജനറൽ ഡാൻ കെയിനെയും മറ്റും പല ഉന്നതരെയും വിളിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ ഒരു പ്രശ്നമുണ്ടെന്നും 47 വർഷമായി ഇറാൻ ഭീകരത പടച്ചുവിടുകയാണ് എന്നായിരുന്നു അവർ. അതായത് ആണവായുധം സ്വായത്തമാക്കുന്നതിന് അരികിലെത്തും എന്നാണ് പറഞ്ഞു വെച്ചത്. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒരു ചെറു യാത്ര നടത്തി ഇതെല്ലാം പരിഹരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പീറ്റർ പറഞ്ഞു, നിങ്ങളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്നാണ് ട്രംപിനോട് കൂട്ടിച്ചേർത്തത്. എന്തായാലും യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ പീറ്റർ ഹെഗ്സെറ്റിനെ പുകഴ്ത്തിയ ട്രംപ് ഇറാനുമായി നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് ഒടുവിൽ പറഞ്ഞു വെച്ചത്. മധ്യസ്ഥർ മുഖേന അമേരിക്കയിൽ നിന്നും ഇറാൻ ചില സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും, അതായത് ട്രംപ് പറഞ്ഞതനുസരിച്ച് മധ്യസ്ഥ ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്ത ശരിവെച്ചുകൊണ്ടാണ് ഇറാനിൽ നിന്നും ചെറിയ ഒരു വാർത്തയും റിപ്പോർട്ട് എത്തിയത്. അതായത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കിയും ഈജിപ്തും പാകിസ്ഥാനും ഇടപെടുന്നുണ്ട് എന്നായിരുന്നു വിവരം. ഊർജ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുവാനും കപ്പൽ ഗതാഗതം സുഗമമാക്കാനുമായിരുന്നു ഇവരുടെ ശ്രമം. തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ യുഎസിന്റെ നിർദ്ദേശങ്ങൾ ഇറാന് കൈമാറി എന്ന് സ്ഥിരീകരിക്കാൻ തുർക്കി ഒരിക്കലും തയ്യാറായിരുന്നില്ല. 15 ഇന കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇറാനുമായി ധാരണയായി എന്നും ഉടൻ കരാർ ഉണ്ടാകുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. കരാറായാൽ ഹോർമുസ് താനും അയത്തുള്ളയും ചേർന്ന് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. അതേസമയം യുദ്ധം തീർന്നാലും ഹോർമുസിലെ സ്ഥിതി പഴയ പോലെ ആകില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. യുഎസ് വെടിനിർത്തൽ പരിഗണിക്കുന്നുണ്ട് എങ്കിലും ഇറാനും ലെബനും നേരെയുള്ള ആക്രമണം ഇസ്രയേൽ നിർത്തിയില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതായത് നിർത്താൻ ഉദ്ദേശമില്ല എന്ന കാര്യമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ശത്രുക്കൾക്കെതിരെ സമ്പൂർണ്ണ വിജയം നേടും വരെ ഇറാൻ സൈന്യം പൊരുതുമെന്നും ഇറാൻ സൈനിക കമാൻഡർ വക്താവ് ജനറൽ അലി അബോസ് ഖലീൽ അലിയാദ് വ്യക്തമാക്കി. ഇറാന്റെ സായുധ സേനകൾ കരുത്തുറ്റതും അഭിമാന ബോധമുള്ളതും വിജയിക്കാൻ വേണ്ടി പൊരുതുന്നതുമാണ്. ഇറാന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവരുടെ നിലപാട് അചഞ്ചലമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും ഏതു കാര്യത്തിലും ഉറച്ച നിലപാടുള്ളവരാണ് ഇറാൻ. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളുടെ തലയേറത്തിട്ടിട്ട് പോലും യാതൊരു പ്രശ്നവും കൂടെ അല്ലെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അവർ തങ്ങളുടെ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതും യുദ്ധം അഴിച്ചുവിടുന്നതും.